ഹലോ, എല്ലാവർക്കും പെസഹായുടെ മംഗളങ്ങൾ നേരുന്നു. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. പെസഹ എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ്. അപ്പോൾ ഞാനിവിടെ പെസഹ അപ്പത്തിൻ്റെ പാലിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് 2 കപ്പ് ഉഴുന്നെടുത്ത് ആദ്യമായിട്ട് വറുത്ത് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ബ്രൗൺ നിറമാകുന്നത് വരെ വറക്കുക. എന്നിട്ട് നമുക്ക് 2.5 മണിക്കൂർ കുതിർത്ത് വെള്ളം മാറ്റി വയ്ക്കുക. ഇതാണ് ഈ കുതിർത്തതിന് ശേഷമുള്ളത്. പിന്നെ 4 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം. അതുപോലെ കുഞ്ഞുള്ളി 1 പിടി, ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ജീരകം, ഉപ്പ്, ഇത്രയും ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായി അരച്ചതിന് ശേഷം സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണ കൊണ്ട് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കുരുത്തോല വെച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിനായി ഇഡ്ഡലിയുടെ ഒരു ബാറ്ററിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പാടുള്ളൂ, ഒത്തിരി വെള്ളമാവാൻ പാടില്ല. ഇതൊരു 15-20 മിനിറ്റ് വെച്ചിട്ട് വേണം ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അപ്പം ചുട്ടെടുക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് വറുത്തതിന് ശേഷം കുറച്ച് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ഇടാം. അത് ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. അതിലെപോലെ കറിവേപ്പിലയും. ആദ്യം ഞാൻ ബാറ്റർ ഈ ഫ്രൈ പാനിലേക്ക് ഞാൻ ഒഴിച്ചതിന് ശേഷം ഈ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേണം, ഇത് ചെറിയ ഒരു സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഒരു 20 മിനിറ്റോളം നമ്മൾ എടുക്കും ഇത് ചെയ്തെടുക്കാൻ. ചെറിയൊരു സിമ്മിൽ ചെയ്തിട്ട് വേണം. ഇതിൻ്റെ നടുവിൽ കുരുത്തോല വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ. എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് പെസഹ പാലുണ്ടാക്കാം. അതിനായിട്ട് 2 ശർക്കര, അതായത് വലിയ ഒരു 750 ഗ്രാം ഉണ്ടാവും. ഈ ശർക്കര നമ്മൾ ഉരുക്കി നന്നായിട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. 4 ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ 2-ാം പാലും 1-ാം പാലും, ഉപ്പും, ഏലക്ക, ജീരകം, ചുക്ക്, ഇവ 3 നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. കട്ടയില്ലാതെ നമ്മൾ അരിപ്പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ തേങ്ങാപ്പാലിലോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ട് വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ശർക്കര പാനിയാക്കി വെച്ചല്ലോ, അത് അരിച്ച് മാറ്റി വെച്ചത് ആദ്യം ചേർക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഏലക്ക, ചുക്ക്, ജീരകത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ ചേർക്കാം. അതിലേക്ക് 2-ാം പാൽ ആദ്യം ചേർക്കാം. 2-ാം പാൽ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് തവി വെച്ച് നന്നായി തന്നെ ഇളക്കിയെടുക്കാം. ചെറിയൊരു പ്രാർത്ഥനയോടൊക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മളെല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും ഇതൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഇത് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതുപോലെ തവി വെച്ച് കട്ടയില്ലാതെ നമ്മൾ ഇത് ഇളക്കിയെടുക്കാം. അവസാനം നമ്മൾ തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല. അവസാനം ഞാനൊരു 1 ടീസ്പൂൺ ഈ ഏലക്ക, ജീരകം, ചുക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ചെറിയ പഴം, അതായത് കണ്ണൻ പഴം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ പഴം 2 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ല രീതിയിൽ നമ്മളിതുപോലെ മാറ്റി വയ്ക്കുക. അതുപോലെ റെഡി ആയിട്ട് നമുക്ക് ചെയ്യാം.